ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു പ്രശസ്ത യൂട്യൂബറാണ്. കാരണം പുള്ളിയുടെ പേരൊക്കെ ഭയങ്കര ഒരു പേരാണ്, ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം നാക്കങ്ങോട്ട് വഴങ്ങില്ല, ഒന്നാമത്തെ കാര്യം കേട്ടോ. സത്യമായിട്ട് എൻ്റെ സത്യം ഞാൻ പറയുന്നത്. കാരണം പുള്ളി ഒരു ഫുഡ് ബ്ലോഗറായിരുന്നു. നമ്മൾ പുള്ളിയെ ആദ്യം കണ്ടതും പരിചയപ്പെട്ടതെല്ലാം ഫുഡ് ബ്ലോഗറായിട്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ കണ്ടതും. പക്ഷെ പുള്ളി അങ്ങനെ ഇങ്ങനെ പോയി ഭക്ഷണം കഴിച്ചു. കാരണം പുള്ളി എല്ലാ ഫുഡിലും ചില സമയത്ത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, കുളത്തിലാന്ന് പറയും, സത്യസന്ധമായി പറയുന്നൊരു വ്യക്തി തന്നെയാണ്. അങ്ങനെ എല്ലാ നമ്മുടെ എന്താ പറയുക, എല്ലാം കുറേ ഹോട്ടലുകളിലൊക്കെ പോയി ഫുഡ് വ്ളോഗിങ് അതൊക്കെ ചെയ്തു. പുള്ളി അവസാനം നമ്മുടെ തൃപ്പൂണിത്തറയിലും അതുപോലെ നമ്മുടെ എന്താ സ്ഥലത്തിൻ്റെ പേര്, എടപ്പള്ളിയിലായിട്ടൊരു ഹോട്ടലിട്ടു. ഹോട്ടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ചെന്ന് നമ്മൾ സാധാരണ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന രീതി ആയിരിക്കും ഹോട്ടലെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളിപ്പോൾ ഞാനവിടെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്, 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ ശരിക്കും തൃപ്പൂണിത്തറയാണല്ലോ, അങ്ങനെ തൃപ്പൂണിത്തറ ഔട്ട്ലൈനിലാണ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്കിത് ഈ പുള്ളിയെക്കുറിച്ച് പറഞ്ഞു തരുന്നത് മോനൂസാണ്. അന്നേരം പുള്ളിയുടെ ഇതിനു മുമ്പ് ഞാൻ മോനൂസ് ഇങ്ങനെ കണ്ടിട്ട് പുള്ളിയുടെ ഫുഡ് ബ്ലോഗിനെ കുറിച്ച് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പുള്ളിയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ആരാധിക, വലിയ ആരാധിക ഒന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു ആരാധിക. അങ്ങനെ പുള്ളി ഇങ്ങനെ ഫുഡിൻ്റെ ഇതോടെ മോനൂസ് നമുക്ക് ഇവിടെ തുടങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കഴിച്ചൊക്കെ പറഞ്ഞ് ഞാനും മോനൂസും ഇവിടെ പോയി. പുള്ളി തുടങ്ങിയിട്ട് വെച്ചാൽ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി കുറച്ച് ആവശ്യമുള്ള ആൾക്കാർക്കും അതിനൊക്കെ. ഇപ്പം നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഊണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ കറികളൊക്കെ വിളമ്പി വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷെ അത് ചിലതൊന്നും നമ്മൾ തൊടാറ് പോലും ഇല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ 1-2 കറികൾ മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ, കഴിക്കാറുള്ളൂ. അതിൻ്റെ കൂടെ ഈ അവിയൽ ഗിവിയൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല. ഇടയ്ക്കൊന്ന് ഡോറ് ക്ലോസ് ചെയ്യാൻ പോകേണ്ട വന്നു കേസ്. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഈ ഫ്ലാറ്റിൻ്റെ പണികൾ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കൊരു വീഡിയോ പോലും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഫൈറ്റിന് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഇന്ന് മോർണിംഗ് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഡോർ അടച്ചിട്ട് ഒന്ന് വർക്ക് ചെയ്യുമോ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഒന്ന് ഡോറ് അടച്ച്. പിന്നെയും പഴയതുപോലെ അല്ല, അവർ തുറന്നിട്ടിട. പിന്നെ നേരെ ഓപ്പോസിറ്റ് കൊണ്ടിരിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ള സത്യം പറയാമല്ല. അതുകൊണ്ട് ഇപ്പം മോനൂസിനോട് പറഞ്ഞു, ഉച്ചയ്ക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞു, എന്ത് പറയാൻ മോനൂസ്, എന്ത് ബുദ്ധിമുട്ടാണ്, തലവേദന വേണം, ആവശ്യമാണ്. കാരണം ഞാൻ ഫസ്റ്റ് പറഞ്ഞ് ഈ ഫ്ലാറ്റ് നോക്കുന്ന സമയത്ത് പറഞ്ഞ് ഇവിടുത്തെ പണികളെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്, ഈ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കിയെടുക്കാം, അതുവരെ നമുക്ക് തൃപ്പൂണിത്തറ മതി എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അനുഭവിച്ചോളി. ഞാൻ പറഞ്ഞില്ല, നമ്മൾ 1 വർഷം ഇവിടെ താമസിക്കും, അത് കഴിഞ്ഞ് നമ്മൾ അപ്പം മനസ്സിലായി 1 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിയും, അപ്പം പിന്നെ നമ്മൾ ഇവിടുന്ന് പോകാൻ സമയമാകുമെന്ന്. സത്യമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് താമസിക്കും. ഞാൻ ഇപ്പം അതൊന്നും അല്ല പറയാൻ വന്നത്. അങ്ങനെ പുള്ളിയുടെ ഹോട്ടലിൽ ഞാൻ പോയി. ഞാൻ ഫസ്റ്റ് പോയ സമയത്ത് ഞാൻ വിചാരിക്കേണ്ട എത്ര എമൗണ്ട് കൂട്ടണമെന്ന്. സാധാരണ ഒരു ഹോട്ടലിൽ പോയാൽ ഒന്നെങ്കിൽ 60 രൂപ, ഒന്നെങ്കിൽ 80 രൂപ, 120 രൂപ വരെ ഭക്ഷണത്തിൻ്റെ ഈ ഊണിന് മേടിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അന്നേരം ഞാനവിടെ ചെന്നപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കറികൾ ചൂസ് ചെയ്താൽ മതി, കൂടുതൽ കറിയൊന്നും വേണ്ട. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ എവിടെ കൂട്ടി 2 കറികളും മതിയല്ല. അത് തന്നെ ചൂസ് ചെയ്ത് ഞാൻ അന്ന് മോരും വേറെന്തോ കറിയും കൂടെയാണ് മേടിച്ചത്. ചിക്കനാണോ വേറെ എന്തെങ്കിലും ഫിഷ് കറിയോ ഇല്ല, അങ്ങനെ എന്താ ചിക്കൻ അങ്ങനെ എന്താ മേടിച്ചത്, മോരും ചിക്കനും ഞാൻ മേടിച്ചത്. അന്നേരം മോനൂസും വേറെന്തോ ഒരു കറി മേടിച്ചത്. അന്നേരം അത് അതിൻ്റെ ബില്ല് കൊടുത്ത്. പക്ഷേ ഫുഡ് വാ എന്ന് പറയാനൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫുഡാണ്. കാരണം ചീത്തയുമല്ല, എന്നൊന്നും വലിയ നല്ലതൊന്നും പറയാനും പറ്റത്തില്ല, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ്. അങ്ങനെ അവിടെ എപ്പോഴും ഞാൻ ഈ തൃപ്പൂണിത്തറയിലെ ആ ഷോപ്പിൽ എപ്പോഴും തിരക്കാട്ടോ, ഉള്ള സത്യം പറഞ്ഞു. എപ്പോൾ അതിലെ പോയാലും ഞാൻ നോക്കാറുണ്ട്, തിരക്കുണ്ടല്ലോ. കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ഇങ്ങനെ ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കറികൾ മാത്രം പറഞ്ഞ് ഭക്ഷണം മേടിച്ച് ഹോട്ടലിൽ നിന്ന് കഴിക്കത്ത്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പുള്ളി തുടങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ പുള്ളിക്ക് ഭയങ്കരമായിട്ട് പുള്ളിനെ പൊക്കി അടിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ മറ്റേ മറിച്ചൊക്കെ പറഞ്ഞ് പുള്ളിനെ അങ്ങ് പൊക്കി വെച്ചായിരുന്നു. പക്ഷേ അത് ഇപ്പം കാണുന്നുണ്ട് പുള്ളി അതേ കണക്ക് പിടിച്ച് വലിച്ച് നിലത്തിട്ട് ഫുഡ് കൊള്ളില്ല, വൃത്തിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഫുള്ള് വാ എന്ന് പറഞ്ഞ് കഴിക്കാനൊന്നും ഇല്ല ഞാൻ പറയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ മിക്ക സ്ഥലങ്ങളിൽ പോകുന്ന ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പക്ഷേ അതിൽ ചിലത് ഭേദം വാ എന്ന് പറയാനുള്ള രീതിയിലുള്ള ഫുഡാണ്. പിന്നെ മോനൂസ് ചിക്കൻ ബിരിയാണി അതാ കഴിച്ചത്, അത്ര അങ്ങോട്ട് സുഖമില്ലെങ്കിൽ ഓക്കെ അത്ര പറയാം. പിന്നെ ഒരു ഉണ്ടംപൊരിക്ക് വെച്ചാൽ 26 രൂപയും കണ്ട, നിങ്ങളത് ആലോചിച്ചോണം. സാധാരണക്കാർക്ക് ചേട്ടൻ കൊടുക്കുന്ന വിലയാണ് 26 രൂപ ഒരു ഉണ്ടംപൊരിക്ക്. ഓക്കെ, എനിവേ അതൊക്കെ ചേട്ടൻ്റെ ഷോപ്പാണ്, ചേട്ടൻ വേണം വിചാരിക്കാൻ കൂടുതൽ കൊടുക്കണോ കുറവ് കൊടുക്കണോ എന്നൊക്കെ എനിക്കറിയില്ല.
എനിവേ അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ വൃത്തിയിലെന്ന് പറയരുത്, അത് മോശമാണ്. പക്ഷെ ആ ഷോപ്പിൽ നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. പിന്നെ സ്റ്റാഫിനെ കുറച്ച് കുറവ്. നമ്മളൊരു ഫുഡിന് നമ്മൾ ചെന്ന് നിന്നാൽ കുറേ ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്തിരുന്ന് കഴിക്കാറുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. കാരണം ഭക്ഷണം നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഒരു 15 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മുമ്പിൽ ഭക്ഷണം എത്തണം. അല്ലാതെ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര. ഞാൻ ഇതിനു മുമ്പ് ഒരു ഹോട്ടലിൽ പോയി റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ 3/4 മണിക്കൂറാണ് വെയിറ്റ് ചെയ്തത്. അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്ത് കൊള്ളാത്ത ഫുഡുമായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തത്. പക്ഷേ ഇതമ്മ അങ്ങനെ കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നല്ല ഫുഡാണ് കേട്ടോ. പക്ഷേ ഈ ചേട്ടൻ ഈ പുള്ളിക്കാരൻ ചെയ്തെല്ലാം നല്ലത് തന്നെയാണ്. പക്ഷേ ഈ മനുഷ്യർക്ക് കൂടെ മനസ്സിലാവുന്നില്ല. ഇപ്പം ചേട്ടൻ പല പല കുറ്റങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെയൊന്നുമില്ല, വൃത്തിയൊന്നും ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല തൃപ്പൂണിത്തറ. ഞാൻ എപ്പോഴും പോകുന്നതാണ്, കാണുന്നതാണ്. ഭയങ്കര പക്ക നീറ്റായിട്ടാണ് ആ റെസ്റ്റോറൻറ്റ്. നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ കാര്യം കുറച്ചും കൂടെ ഒന്ന് മാന്യമായി ശ്രദ്ധിക്കാൻ പുള്ളിക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ ഓക്കെ, അതൊക്കെ പുള്ളി ചെയ്യും. പുള്ളിക്ക് മൂന്നാമത്തെ ഒരു ഔട്ട്ലെറ്റ് എവിടെ തുടങ്ങുന്നുണ്ട്. അങ്ങനെ പുള്ളി കുറേ യൂട്യൂബിലൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിതൊന്നും എടുക്കാൻ പറ്റാത്ത വേറെ ഒരു കാര്യമാണ്, ഈ ഇവിടെ ആയാലും അവിടെ ആയാലും കാർ പാർക്കിംഗ് ഇല്ല. അതിനാ പിന്നെ നമ്മുടെ ഇടപ്പള്ളിയിലെങ്ങാണ്ട് 2 കാറും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലം ഒളിച്ചാണ്. ആ ഷോപ്പിൽ പോയിട്ടില്ല, കേട്ടറിഞ്ഞതാണ്. അതിന് പുള്ളി പറയണതേ ബൈക്കുള്ളവർ മാത്രം ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നാൽ മതി, അല്ലാത്തവർ വരണ്ടാന്ന്. അപ്പോൾ ഞാൻ വെച്ചു, ദൈവമേ, ഇനി ബൈക്കുള്ളവർ മാത്രം ഇനി റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ മതിയോ എന്ന് ഞാൻ ആലോചിച്ച്. അന്നേരം ഞാൻ മോനിസ് അതെന്താ ചേട്ടാ ആ പുള്ളി അങ്ങനെ പറഞ്ഞത്, ബൈക്കുള്ളവർക്ക് മാത്രം റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ മതി, കാറുള്ളവർ ചെല്ലണ്ടാന്ന്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് മെട്രോ സ്റ്റേഷനിൽ കാർ ഇട്ടിട്ട് നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ മതി. പക്ഷെ അതെന്താ അങ്ങനെ പറഞ്ഞത്? പുള്ളി അങ്ങനെ പറഞ്ഞ് കാറുള്ളവരാരും എൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ട, ബൈക്കുള്ളവർ മാത്രം വന്നാൽ മതിയെന്നും. അതൊക്കെ സത്യമാണ്. പക്ഷെ അത് പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി. കാരണം കാറുള്ളവർ പിന്നെ അവിടെ പോയി ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ചേട്ടൻ്റെ ഷോപ്പിൽ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കാറുള്ള ആൾക്കാരായാലും വരുന്നത്. അവർക്ക് കാറിടാനുള്ള ഒരു സൗകര്യം കൂടെ ചെയ്ത് കൊടുക്കണം, 100% പറയാം. പിന്നെ ഏറി കയറ്റുന്ന ആൾക്കാരൊക്കെ ഏറി കയറ്റിക്കൊണ്ടെന്നേ, നമുക്കെന്താ. കാരണം നമ്മൾ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഞാനൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ കറിയൊന്നും കൂട്ടി കഴിക്കുന്ന ആൾക്കാരല്ല. 1-2 കറി നമുക്ക് ഇഷ്ടമുള്ള കറി പറഞ്ഞ് നമുക്ക് മേടിച്ച് കഴിക്കാം. ഇത് തുടങ്ങിയ സമയത്ത് ഭയങ്കര പോസിറ്റീവായിരുന്നു, ഭയങ്കര പോസിറ്റീവ്. ഇപ്പം നെഗറ്റീവിൻ്റെ അങ്ങേ അറ്റാണ്. കടയിൽ വൃത്തിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ കുറേ നെഗറ്റീവ് കമൻറ്റും കുറേ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊന്നും അല്ല. ഷോപ്പ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. വൃത്തിയില്ലെന്നൊന്നും ഒരിക്കലും പറയരുത്, അതൊക്കെ മോശം. നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു വൃത്തികെട്ട ക്യാരക്ടറാണ്. ഒരാൾ നല്ലതാണെങ്കിൽ പറഞ്ഞ് പൊക്കി അങ്ങ് നല്ലതാക്കും. കൊള്ളത്തിലെന്ന് കണ്ടുകഴിഞ്ഞാൽ ആ മനുഷ്യരെ കാലെ പിടിച്ച് നിലത്തോടെ ഡുമ്മെന്ന് പുറകുന്ന നിലത്തിലും. അത് മോശമായ ആറ്റിറ്റ്യൂഡാണ് പൊതുവെ മലയാളികളുടെ. അപ്പം കടയൊക്കെ നല്ല സൂപ്പറാണ്, വൃത്തിയൊക്കെ ഉണ്ടാകും. പക്ഷെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. കാരണം കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഒക്കെ ആണ്, എന്നാലും നമുക്ക് കുറച്ചൊക്കെ ചേട്ടനൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പിന്നെ അതുപോലെ ഈ കാറിടുന്ന കാര്യം അതും ഒന്ന് ശ്രദ്ധിക്കണം. കാർ അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. കാറുള്ള ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമെടുത്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് ഇഷ്ടമെടുത്ത് കൊണ്ടിട്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. വേറെയുള്ള കടക്കാരെ മുമ്പിൽ കൊണ്ട് നമുക്ക് വണ്ടി ഇടാൻ പറ്റത്തില്ല, അവർ സമ്മതിക്കത്തില്ല. അന്നേരം ചേട്ടൻ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഈ കാറ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് കണ്ടുപിടിച്ച് അവിടെ വരുന്ന ആൾക്കാരെ കാറ് കൊണ്ടിടാനുള്ള ഒരു സംവിധാനം ചെയ്ത് കൊടുക്കുക. അപ്പോഴെന്താ കസ്റ്റമർ കൂടും. ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കസ്റ്റമർ പോകും കേട്ടോ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കസ്റ്റമർ പോയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഉള്ള സമയത്തിൽ എന്താ നമ്മൾ നല്ല ടേസ്റ്റി ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കാനാണ് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നല്ല സ്ഥലങ്ങളിൽ പോയി ആസ്വദിച്ചിരുന്ന് കഴിക്കണം. എനിക്ക് അങ്ങനെ അല്ല, എനിക്ക് പെട്ടെന്ന് വാരി കഴിച്ചൊന്നും പോവാൻ. ഇവിടെ വീട്ടിലായാലും അങ്ങനെയാണ്. ഞാൻ പതിയെ ഭക്ഷണം ഞാനും മോനിസും അങ്ങനെയാണ്. പതിയെ ഇരുന്നേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അല്ലെ പെട്ടെന്നൊന്നും ഭക്ഷണം കഴിച്ചിട്ട് മാറാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുറച്ച് സ്ഥലം കൂടെ ഒന്ന് കൂട്ടി വെക്കാം, ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം. പിന്നെ ഈ നമ്മുടെ തൃപ്പൂണിത്തറയിൽ നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുപോലെ കടിയുടെ പൈസ കുറച്ചോ കൂടുതലാക്കണ്ട. ഒരു മാക്സിമം 26 എന്ന് വെച്ചാൽ ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ്. പക്ഷെ അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറയ്ക്കാം. കാരണം സാധാരണ കടകളിലെ ഉള്ള കാട്ടി കുറച്ചൊന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ചേട്ടൻ കസ്റ്റമർ കൂടും, പൈസ കൂടും, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കസ്റ്റമറുടെ കാര്യം പറയും, സ്കൂട്ടറുള്ളവർ മാത്രമേ എൻ്റെ ഷോപ്പിൽ വരാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം കാറുള്ളവരും വരണം, ഭക്ഷണം കഴിക്കണം, അങ്ങനെ ചിന്തിക്കുക. എന്ത് കാറുള്ളവർക്ക് അത് ഭക്ഷണം കഴിച്ചാൽ പറ്റുമല്ലോ, അതൊന്നും ചിന്തിക്കരുത്. എനിക്ക് ചേട്ടൻ്റെ പേരാണ് അങ്ങോട്ട് പറയാൻ പറ്റാത്തത്. അതല്ല, അതാണ് പ്രമുഖ യൂട്യൂബർ എന്ന് പറഞ്ഞത്. പുള്ളിയൊരു പ്രമുഖ യൂട്യൂബർ തന്നെയാണ്, അതൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല.
അതുകൊണ്ട് പേരൊന്നും എൻ്റെ പൊന്നാളി ആ പേര് പറയുമെന്ന് എനിക്ക് പറ്റത്തില്ല. എന്നെ അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത്, എൻ്റെ നാക്ക് അങ്ങോട്ട് വഴങ്ങത്തില്ല. അന്ന് ഡെയിലി നാക്ക് ഓടിക്കുന്നുണ്ട്, സത്യം പറയാം, ഡെയിലി നാക്ക് ഓടിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ എന്തുകൊണ്ടോ എൻ്റെ നാക്ക് അങ്ങനെയുള്ള വായികളിൽ വഴങ്ങില്ല. എനിവേ എന്തിരുന്നാലും ഫുഡിൻ്റെയൊക്കെ കുറച്ച് രീതിയിൽ അടിപൊളിയാക്കണം. പിന്നെ അതുപോലെ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. അത്ര വൃത്തികെട്ട ഫുഡും അല്ല, അത്ര കൊള്ളാത്ത ഫുഡും അല്ല, മീഡിയം രീതിയിൽ പോകുന്നൊരു ഫുഡ് റെസ്റ്റോറൻറ്റ് തന്നെയാണത്. നമുക്കിതൊന്നും റെസ്റ്റോറൻറ്റ് രീതിയിൽ വെച്ചാൽ നമ്മൾ റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഒത്തിരി ആൾക്കാരിരുന്ന് അവിടെ നമ്മൾ കഴിക്കുന്ന മേശപ്പുറത്ത് കൊണ്ടുവന്ന് ഫുഡ് വെക്കും. ഇതങ്ങനല്ല, ഇത് നമ്മൾ സെൽഫായിട്ട് പോയി ഓർഡർ ചെയ്യുക, സെൽഫായിട്ട് തന്നെ കൊണ്ടുതരും, സെൽഫായിട്ട് തന്നെ പൈസ അടയ്ക്കണം. അങ്ങനത്തെ എല്ലാം സെൽഫാണ്. അതൊക്കെ പാത്രം മാത്രം അതെന്തെടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ഉണ്ട്, അങ്ങനെയാണ്. ഇനി എന്തിരുന്നാലും രക്ഷപ്പെടുന്നവരെ രക്ഷപ്പെട്ടോട്ടെ. ഈ നാട്ടുകാരായ നമ്മളിത് കണ്ടിട്ട് ചുമ്മാ എന്തിനാ അവരെ പോയിട്ട് ഇങ്ങനെ ചൊറിയുന്നത്? കാരണം ഇപ്പം ആ ചേട്ടൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് എല്ലാവർക്കും നല്ലൊരു ഉപകാരം തന്നെയാണ്, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം കേട്ടോ, സീരിയസ്ലി പറയാം, അത് നല്ലത് തന്നെ പറയണം. എനിവേ എന്തായാലും ചേട്ടൻ നല്ല ബിസിനസ് തുടങ്ങട്ടെ, പുതിയ ഔട്ട്ലെറ്റ് വരട്ടെ. അപ്പം വൃത്തിഹീനമാണെന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. നല്ല സൂപ്പർ ആൻഡ് ക്ലീനാണ് നമ്മുടെ തൃപ്പൂണിത്തറയിലുള്ള ഷോപ്പ്. ഞാൻ അവിടെ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയില്ല. ഒരു ദിവസം പോകണം. അത് മോനുസിനും എനിക്കും കൂടെ സമയം കിട്ടുന്ന സമയം നോക്കി ഞങ്ങൾ എടപ്പള്ളി ഒരു ദിവസം പോയി ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അന്നേരം പറയാം എങ്ങനെയാണ്. പക്ഷെ ഇവിടെ വൃത്തി കുറവല്ല, അവരെ കിച്ചനൊക്കെ ഓപ്പണായിട്ട് തന്നെ നമ്മൾ കാണുന്നത് എടുക്കുന്നതൊക്കെ. ഒരാളെ പറയുമ്പോൾ അങ്ങ് ചുമ്മാ അങ്ങ് പറയുന്നത് മോശമല്ലേ, അങ്ങനെ പറയരുത്. കാരണം അങ്ങനെയൊക്കെ ചില ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എപ്പോൾ നോക്കിയാൽ അങ്ങനെ ഭയങ്കര തിരക്കുണ്ടോ, ഉള്ളത് പറയാമല്ലോ. ഇത് കച്ചവടമൊന്നും ഇല്ലാതെ ആ ചേട്ടൻ ബുദ്ധിമുട്ടുന്നൊന്നുമില്ല, നല്ല രീതിയിൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടാന്ന് വിളിച്ചാൽ വേറെ ഏജിൻ്റെ കാര്യം കൊണ്ടൊന്നും അല്ല വിളിച്ചത്, അതിൽ വേറെ ഒന്നും ചിന്തിക്കരുത്. പുള്ളിയുടെ പേര് അറിയില്ല. പിന്നെ ഇദ്ദേഹം ഒന്നും വിളിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണ് ആ ചേട്ടാന്ന് പറഞ്ഞ് സംബോധന ചെയ്തത്. വേറെ ഒന്നും വിചാരിക്കരുത്. എന്നെക്കാട്ടി ഇളയതോ എന്നെക്കാട്ടി മൂത്തതോ ആരായാലും കുഴപ്പമില്ല, എനിക്കതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ ആ ചേട്ടൻ ഇത് കണ്ടിട്ട് എന്നെ ചീത്തളിക്ക് വിളിച്ചോട്ടെന്നേ, ഉള്ളതാണത്. പിന്നെ അല്ലാതെ വേറെ എന്താ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന. അടുത്തൊരു വീഡിയോ ഓടി വരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.